ഗൈസ് നമ്മുടെ തിരുവനന്തപുരം വർക്കലയിൽ ഒരു കിഡിലൻ ഹിഡൻ സ്പോട്ട് ഉണ്ട് ഗൈസ്. അധികം ആർക്കും അറിയാത്ത, വർക്കലക്കാർക്ക് തന്നെ അധികം അറിയാത്ത ഒരു കിഡിലൻ സ്പോട്ടാണ് ഗൈസ്. വർക്കലയിൽ വരുന്നവർക്കെല്ലാം പോകാൻ പറ്റിയ നല്ല കിഡിലൻ സ്പോട്ടാണ് ഗൈസ്. അതൊരു വലിയൊരു താമരക്കുളമാണ് ഗൈസ്. യെസ്, അതൊരു വലിയൊരു താമരക്കുളമാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നിൽക്കുന്നത് പള്ളിത്തൊടിയിലാണ് ഗൈസ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് വർക്കല. നമ്മൾ ആ സ്പോട്ടിലോട്ട് പോയി. ഇപ്പൊ നമ്മളെ കമ്പനിക്കാരും കൂടെ വരും. പോവാം. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം ഗൈസ്. നമ്മൾ ഓടയം ബീച്ച് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓടയം ബീച്ച് അധികം ഫേമസ് അല്ല. അപ്പോഴത്തേക്ക് വേണ്ട ഒരു ക്ലിഫ് വ്യൂ ആണ് ഗൈസ് ഇവിടെ കണ്ട ഗൈസ്. ഓടയം ബീച്ചിന്റെ അടുത്ത് തന്നെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ റിസോർട്ടിന്റെ അവിടെ ഇങ്ങനെ നടന്ന് താഴോട്ട് പോകണം. ഓടയം ബീച്ചിന്റെ അകത്തൂടെ ഒരു വഴിയുണ്ട് ഗൈസ്. ഒരു റിസോർട്ടിന്റെ അകത്തൂടെയാണ് വഴി. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. റിസോർട്ട് ആരെടുത്ത് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് വേണമെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയും. ഉമ്മാര് ഫ്രണ്ടിൽ നടന്നു പോകണം. ബീച്ച് സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. കാറിന്റെ ഫോട്ടോയും ബൈക്കിന്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ കുറേ പേര് ഇവിടെ വരുന്നുണ്ട്. ഫോട്ടോഷൂട്ട് മെയിനായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഗൈസ്. വയ്യ ഗൈസ്, പനിയാണ്, അതാണ് ഒരു എനർജി ഇല്ല. റിസോർട്ടിന്റെ അടുത്തായിട്ടൊരു ചെറിയൊരു വഴിയുണ്ട്. ചക്കുടേ വഴി നേരെ ചെന്ന് എത്തുന്നത് താമരക്കുളത്തിലോട്ടാണ്. അപ്പം ഗൈസ് വീണ്ടും മൂഞ്ചിയിരിക്കുന്നു. താമരക്കുളത്തിൽ ഒരു താമര പോലും ഇല്ല ഗൈസ്. ജൂലൈ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ ഇവിടെയൊക്കെ നല്ലോണം താമരയൊക്കെ വിരിഞ്ഞ് നല്ല വെള്ളമൊക്കെ കാണും ഗൈസ്. എങ്ങനെയുണ്ട് വിദൂരതയിൽ ഒരു താമര നിൽക്കുന്നുണ്ടോ? ഒരൊറ്റ താമരയുള്ളു ഗൈസ്. കിടിലൻ വ്യൂ ആയിരുന്നു ഗൈസ്. ഒരു താമര പോലും ഇല്ല. കുറെ പോത്ത് മാത്രമുണ്ട് ഗൈസ്. ചതിക്കപ്പെട്ട്. അപ്പം ഗൈസ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. താമരക്കുളമൊക്കെ നിങ്ങൾ കണ്ടേണത്, എനിക്കിനി ഒന്നും പറയില്ല ഗൈസ്. എന്തായാലും ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കിയാൽ. അതല്ല അന്ന് ഞാൻ വന്നപ്പോൾ ഉള്ള വീഡിയോയും ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണാം. വയ്യ ടാറ്റ.